ഒരു വ്യക്തിനെ ഭയങ്കര ട്രൂലി ആൻഡ് ബ്ലൈൻഡ്ലി വിശ്വസിക്കുക ആൻഡ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സെക്കൻഡ് ചാൻസ് കൊടുക്കും. പക്ഷേ ഈ സെക്കൻഡ് ചാൻസ് കൊടുത്താലും നമുക്ക് അവരോട് ട്രസ്റ്റ് ഇഷ്യൂസ് വരും. പക്ഷേ ഈ ലവ് ആൻഡ് ഒബ്സഷൻ എല്ലാം കാരണമായിരിക്കും നമ്മൾ ആ വ്യക്തിന്റെ അടുത്ത് പിടിച്ചു നിർത്തുന്നത്. പിന്നെ അവർ അറിയാതെ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ചീറ്റിംഗ്. അവർ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സ്വന്തം ഒരു ഗേൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ചീറ്റ് ചെയ്ത ആൾക്ക് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഗ്രറ്റ് വരും. ചിലപ്പോൾ അവരുടെ പാർട്ണർ ഇത് കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞാൽ റിഗ്രറ്റ് വരും. പക്ഷെ എത്രത്തോളം റിഗ്രറ്റ് വന്നിട്ട് എന്താ കാര്യം? ദേ ചീറ്റഡ് ഓൺ യു. സോ നിങ്ങൾക്ക് അത്രയുള്ള അവർ വാല്യൂ തരുന്നത് നിങ്ങൾ അവർക്കൊരു ബാക്കപ്പ് ഓപ്ഷനാണ്. ബിക്കോസ് അവർ എന്തൊക്കെ ചെറ്റത്തരം കഴിച്ചാലും നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടാണ്. അപ്പൊ നമ്മൾ ആ വിശ്വാസം തല്ലിക്കെടുക്കണം. അത് നിങ്ങൾക്കും ഉണ്ട് സെൽഫ് റെസ്പെക്റ്റും വാല്യൂ ഒക്കെ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ചാമ്പൽ വാങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡോ തേർഡോ എത്ര ചാൻസ് വേണമെങ്കിലും കൊടുത്തോ. ഓൾ ദ ബെസ്റ്റ്.